യുഎഇയിലെമ്പാടും പെയ്ത കനത്ത മഴയിൽ ജനജീവിതം സ്തംഭിച്ചു. ഷാർജയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. റാസൽ ഖൈമയിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ ജയ്സിലുണ്ടായ മണ്ണിടിച്ചിലിൽ വാഹനങ്ങൾ കുടുങ്ങി. ദുബായ്, ഷാർജ എമിറേറ്റുകളിൽ പലയിടങ്ങളിലും ഉണ്ടായ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിശക്തമായ മഴയും കാറ്റും യുഎഇയിലെ ജനജീവിതം സ്തംഭിപ്പിച്ചു. ഏതാണ്ട് 2 വർഷം മുൻപുണ്ടായ പ്രളയസമാന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും. റാസൽ ഖൈമയിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. അപകടത്തിൽ ഒരു മലയാളി മരിക്കുകയും ചെയ്തു. ഷാർജയിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായതോടെ വാഹന ഗതാഗതം താറുമാറായി. വെള്ളക്കെട്ട് നീക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. ഷാർജ, ദുബായ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. ഇന്നുച്ചയോടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചു. രാജ്യമൊട്ടാകെ സ്വകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ഫ്രം ഹോം സൗകര്യം അനുവദിക്കണമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വാഹനങ്ങളുടെ ഇൻഷുറൻസ് നടപടികൾക്കായി സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള സൗകര്യം സജ്ജമാണെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഇതിനായുള്ള അപേക്ഷ നൽകാം. ദുബായിലെ പ്രധാന താമസ കേന്ദ്രങ്ങളായ കരാമ, ബർഷ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. പല കെട്ടിടങ്ങളുടെയും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുടെയും ഗ്രൗണ്ട് ഫ്ലോറുകളിൽ വെള്ളം കയറി. ഗ്ലോബൽ വില്ലേജ് അടക്കമുള്ള വിനോദ കേന്ദ്രങ്ങൾ മഴയെ തുടർന്ന് ഇന്നലെ അടച്ചിരുന്നു. ഇന്ന് സന്ദർശകരെ പ്രവേശിപ്പിക്കുമെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ ജയ്സിലുണ്ടായ മണ്ണിടിച്ചിലിൽ വാഹനങ്ങൾ കുടുങ്ങി. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും വാദികളിലും പോകരുതെന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.